അപ്പോൾ കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗിയറിൽ എങ്ങനെ ക്ലച്ച് റിലീസ് ചെയ്യാന്നുള്ള വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ നല്ല ലൈക്കും ഒരുപാട് കമൻറ്റും വരുന്നുണ്ട്. അതിൽ വന്ന ഒരു കമൻറ്റാണ്, സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ വണ്ടി ഓഫായി പോകുന്നു. അപ്പോൾ ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ എന്തുകൊണ്ടാണ് സെക്കൻഡ് ഗിയറിൽ വണ്ടി ഓഫാവുന്നതെന്നാണ് ഈ വീഡിയോ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് വിടുന്ന അത്രയും സ്ലോ ആയിട്ട് വേണ്ട നമ്മൾ സെക്കൻഡ് ഗിയറിൽ ക്ലച്ച് ഇടാനായിട്ട്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പ്രധാനമായിട്ടും ഒരു ബിഗിനറിനെ സംബന്ധിച്ച് സെക്കൻഡ് ഗിയറിൽ ഓഫ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുന്നതിന് എടുക്കുന്ന ടൈമാണ് പ്രധാനമായിട്ടും ഈ ഓഫ് ആവാൻ കാരണമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 20 കിലോമീറ്റേഴ്സ് ആയിട്ടേ ഷിഫ്റ്റ് ചെയ്യാവൂ എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങൾ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നേരം ക്ലച്ച് പിടിക്കുക, ഗിയർ ചേഞ്ച് ചെയ്യുക, ക്ലച്ച് റിലീസ് ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക. ഈ ഒരു സ്പീഡ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 20 കിലോമീറ്റേഴ്സായി സെക്കൻഡ് ഇടുമ്പോൾ നിങ്ങൾ ക്ലച്ച് പിടിച്ച് ഗിയർ ഇടാനായിട്ട് ഒരുപാട് ടൈം എടുക്കുകയാണെങ്കിൽ വണ്ടിയുടെ സ്പീഡ് കുറയുകയും സെക്കൻഡ് ഗിയറിൽ വണ്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും വണ്ടി ഓഫ് ആവുകയും ചെയ്യും. ഇതാണ് അധികവും ബിഗിനേഴ്സിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ഇനി നിങ്ങളുടെ വണ്ടിയുടെ ഇഷ്യൂ കൊണ്ടും ഇത് സംഭവിക്കാം. അതായത് വണ്ടിക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ചെറിയ രീതിക്കെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ വണ്ടി ഓഫായി പോവാം. പക്ഷേ ഇതൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്, അതായത് ഒരുപാട് ഡ്രൈവ് ചെയ്ത് പരിചയമുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ഓഫ് ആവാനുള്ള ചാൻസ് കുറവാണ്. അതായത് പരിഹരിച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബിഗിനർ ആണെങ്കിൽ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 20 കിലോമീറ്റേഴ്സ് തന്നെ ഓടിയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ക്ലച്ച് പിടിക്കുക, ഗിയർ മാറുക, ക്ലച്ച് ഉടനെ റിലീസ് ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ചില ആൾക്കാരൊക്കെ ഫസ്റ്റ് ഇട്ട് ക്ലച്ച് പിടിച്ച് ഒന്ന് ടൈം എടുക്കുക. ബിഗിനേഴ്സിന് ടൈം എടുത്തേ പറ്റത്തുള്ളൂ, പഠിക്കുന്ന ഒരാളിന് അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാലയളവിൽ വണ്ടിയുടെ സ്പീഡ് കുറയുകയും സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ടൊരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.